إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال المسيح يا بني إسرائيل اعبدوا الله ربي وربكم إنه من يشرك بالله فقد حرم الله عليه الجنة ومأواه النار وما للظالمين من أنصار സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പരമകാരുണികനും കരുണാവാരിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തുസൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്. പ്രവാചകന്മാർ ഓരോ കാലഘട്ടത്തിലേക്കും ദൈവിക സന്ദേശങ്ങളുമായി യഥാർത്ഥമായ വഴിയിലേക്ക് ജനങ്ങളെ നയിക്കുന്നതിനു വേണ്ടി അല്ലാഹു പറഞ്ഞയച്ചുകൊണ്ടേയിരുന്നു എന്നതാണ്. വലികുല്ലി ഖൗമിൻ ഹാദ്, എല്ലാ സമൂഹങ്ങളിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. പ്രവാചകന്മാർ പറഞ്ഞയക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സമൂഹവും മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ല എന്ന് അല്ലാഹു പറയുന്നുണ്ട്. അങ്ങനെയാണ് അല്ലാഹുവിന്റെ ചര്യ എന്നും പരിശുദ്ധ ഇസ്ലാം വ്യക്തമാക്കുന്നു. എന്തേ ഒരു മലക്കിനെ പറഞ്ഞയച്ചാൽ പോരെ, അതല്ലെങ്കിൽ എല്ലാവരെയും സന്മാർഗത്തിൽ തന്നെ അല്ലാഹുവിനെ അങ്ങ് സൃഷ്ടിച്ചാൽ പോരെ, പിന്നെ അവിടെ പ്രവാചകന്മാർക്ക് പ്രസക്തിയുണ്ടോ എന്നൊക്കെ ചോദിച്ചവരോട് അല്ലാഹു നൽകുന്ന മറുപടി അത് അല്ലാഹുവിന്റെ ചര്യയാണ്. അവൻ സന്മാർഗത്തിന്റെ വഴിയിലേക്ക് ആരെത്തുന്നു എന്നും ആരാണ് ധിക്കാരികളായി പോകുന്നത് എന്നും പരിശോധിക്കുന്നതിന് വേണ്ടി തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന്. ആ പ്രവാചകന്മാർ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ കടന്നുവരികയും ആ നാട്ടിലുള്ള ജീർണതകൾക്കെതിരെ ശബ്ദിക്കുകയും ജനങ്ങളെ നേരായ വഴിയിലേക്ക് നടത്തുകയും ചെയ്തുവെങ്കിലും എല്ലാ പ്രവാചകന്മാരും ഒരുപോലെ പറഞ്ഞിട്ടുള്ളൊരു വിഷയം, സംസാരിച്ചിട്ടുള്ള വിഷയം അല്ലാഹുവല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്നുള്ളതാണ്. സൂറത്തു ശുആറയിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അംബിയായിൽ ചരിത്രന്മാരുടെ കഥകൾ, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെയെല്ലാം പ്രവാചകന്മാർ പറഞ്ഞതായിക്കൊണ്ട് ഓരോ നബിമാരെ പേരെടുത്ത് പറഞ്ഞിട്ട് ഖാല യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, ഏ ജനങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു മാത്രമാണ് ആരാധ്യനായിട്ടുള്ളത്,
അവനല്ലാതെ നിങ്ങൾക്കൊരാരാധ്യനില്ല എന്ന് ഓരോ പ്രവാചകന്മാരും പറഞ്ഞുവെന്ന് അവരുടെ പേരെടുത്ത് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യുന മിൻ ഖബ്ലി, ഞാനും എനിക്ക് മുമ്പുള്ള സകലമാന പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും പ്രധാനമായ കാര്യം ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശമാകുന്നു എന്നാണ്. ആ ഒരു കാര്യം ജനങ്ങളെ പഠിപ്പിക്കാതെ ഒരു പ്രവാചകരും കടന്നുപോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്മാരഖിലവും പഠിപ്പിച്ച കാര്യം തന്നെ, സന്ദേശം തന്നെ പ്രബോധനത്തിന്റെ ആദ്യപടിയായിക്കൊണ്ട് ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് എന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാർക്ക് നിർദ്ദേശം നൽകിയത്. യമനിലേക്ക് പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞേക്കുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് നൽകിയ ഉപദേശം, നീ ആദ്യമായി ആ ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കണം. അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല എന്ന് നീ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അവരത് അംഗീകരിച്ചാൽ, അനുസരിച്ചാൽ നമസ്കാരത്തെക്കുറിച്ച് പറയണം. അല്ലാതെ ആദ്യം തന്നെ നിസ്കരിക്കാൻ വേണ്ടി പറയല്ല. ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, ആരാധനാകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അയാളുടെ വിശ്വാസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായതാണ് അയാളുടെ ജീവിതത്തിലുള്ളത് എങ്കിൽ അയാളുടെ നമസ്കാരം കൊണ്ടൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ശരിയാകേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസമാണ് എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് നൽകുന്ന ഉപദേശം. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്, പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുവാൻ പ്രവാചകന്മാരുടെ ഈ പ്രബോധനത്തിന്റെ രീതി മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. ആ പരമ്പരയിൽ തന്നെ വന്നിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായ 5 പ്രവാചകന്മാർ പ്രത്യേകമായി അല്ലാഹു പരിഗണിച്ചുകൊണ്ട് പറഞ്ഞു, ഉലുൽ അസ്ം, ശക്തമായ മനസ്സിന്റെ ഉടമകൾ. എന്തെന്ത് പരീക്ഷണങ്ങൾ അല്ലാഹു നൽകിയാലും, ഏതൊക്കെ തരത്തിൽ അല്ലാഹു അവർക്ക് പരീക്ഷണങ്ങൾ നൽകിയാലും, എന്തൊക്കെ ദൗത്യങ്ങൾ അവരെ ഏൽപ്പിച്ചാലും അതിൽ നിന്ന് വിട്ടുപോകാതെ മനസ്സിന്റെ ദൃഢത കൊണ്ട്, ഉറച്ചു നിന്ന ഈമാനുകൊണ്ട് വിജയിച്ചവരായ ഏറ്റവും ഉത്കൃഷ്ടരായ 5 പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു പ്രവാചകൻ തന്നെയാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈസാ നബിയെക്കുറിച്ച് ഒട്ടനവധിയായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അദ്ദേഹത്തിന്റെ ജനനവും ജീവിതവും സാധാരണഗതിയിൽ മനുഷ്യരെ പോലെയല്ല എന്നും, അദ്ദേഹത്തിന്റെ ജനനം പിതാവില്ലാതെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം പറഞ്ഞിട്ടുള്ളത് നമ്മിൽ നിന്നുള്ളൊരു ആത്മാവിനെ സന്നിവേശിപ്പിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈസാ നബിയുടെ ജനനം ആദം നബിയെ പോലെയുള്ള ഉദാഹരണമാണ്. അദ്ദേഹത്തെ മണ്ണിൽ നിന്ന് ഞാൻ സൃഷ്ടിച്ചു എന്നുള്ള സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിനെ ഏത് രീതിയിൽ വേണമെങ്കിലും സൃഷ്ടിപ്പുകൾ നടത്താം. ആ നിലക്ക് ജനിക്കപ്പെട്ടിട്ടുള്ള ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങൾക്കിടയിൽ പ്രബോധനം നടത്തിയതും ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയായിരുന്നു എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ട് പ്രത്യേകമായി ആ കാര്യങ്ങൾ എടുത്തു പറയുന്നു? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പിതാവില്ലാതെ ജനിച്ചു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ദൈവത്തിന്റെ മകനാണ്, പടച്ചോന്റെ പുത്രനാണ് എന്ന നിലക്ക് ആളുകൾ പറഞ്ഞു പരത്തി എന്നത് തന്നെയാണ് അതിന്റെ കാരണം. അപ്പോഴാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, പിതാവില്ലാതെയാണ് ഈസാ നബി ജനിച്ചത് എങ്കിൽ പിതാവും മാതാവും ഇല്ലാതെയല്ലേ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത്? അതിനേക്കാൾ വലിയ അത്ഭുതം അതല്ലേ എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച സന്ദേശം എന്താണ്? ഈസാ നബി ജനങ്ങൾക്ക് നൽകിയ സുവിശേഷം എന്താണ്? പരിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞു, വഖാലൽ മസീഹു യാ ബനി ഇസ്രായീൽ, ഓ ബനു ഇസ്രായേലരെ എന്ന് പറഞ്ഞുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളെ ഉപദേശിച്ചിട്ടുള്ളത് അബ്ദുല്ലാഹ റബ്ബി വറബ്ബക്കും, നിങ്ങൾ ആരാധിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും റബ്ബിനെയാണ്. അതാണ് ഏറ്റവും വലിയ പ്രഖ്യാപിതമായിട്ടുള്ള സന്ദേശം. പരിശുദ്ധ ഖുർആൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വന്ന് ആദ്യമായി ഒരു കൽപ്പനയായിക്കൊണ്ട് ജനങ്ങൾക്ക് നൽകുന്ന ആദ്യത്തെ ഉപദേശമായിക്കൊണ്ട് നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കുന്നത് അള്ളാഹുവിനെ ആരാധിക്കണമെന്നാണ്. അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറയാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുള്ളത് എങ്ങനെയാണ്? യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണം.
നിങ്ങളുടെ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ച അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പറയുമ്പോ നിങ്ങളുടെ റബ്ബിനെ എന്ന് പ്രത്യേകമായി പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു. അതാരാ? നിങ്ങളെ സൃഷ്ടിച്ചവനാരാ? നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നതാരാ? നിങ്ങളെ പടിപടിയായി വളർത്തിയവനാരാ? നിങ്ങളെ മരിപ്പിക്കുന്നവനാരാ? അവനെ നിങ്ങൾ ആരാധിക്കൂ. അങ്ങനെ നമ്മൾ നോക്കുമ്പോ നമ്മുടെ പിതാക്കന്മാരെ സൃഷ്ടിച്ച, അതിനു മുമ്പുള്ള തലമുറകളെ സൃഷ്ടിച്ച ആ നിലക്ക് നമ്മൾ പരിശോധിക്കുമ്പോ അള്ളാഹുവിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അള്ളാഹുവിന് പുറമെ ഏതൊക്കെ ആരാധ്യന്മാരിന്ന് നിലനിൽക്കുന്നുണ്ടോ, ലോകത്ത് ആരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നുണ്ടോ, മരിച്ചവരാകട്ടെ ജീവിച്ചവരാകട്ടെ കല്ലുകളാകട്ടെ മുള്ളുകളാകട്ടെ ഏതേത് ആരാധ്യന്മാരെന്ന് പറയപ്പെടുന്നവയാകട്ടെ, അതെല്ലാം തന്നെ അള്ളാഹുവിന്റെ സിദ്ധികൾ മാത്രമാണ്. സൃഷ്ടാവായിട്ടുള്ളവൻ, റബ്ബായിട്ടുള്ളവൻ, ഖാലിഖായിട്ടുള്ളവൻ അത് അള്ളാഹു മാത്രമാണ്. അങ്ങനെയുള്ള നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണമെന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനങ്ങളെ പഠിപ്പിച്ചു. എന്ന് മാത്രമല്ല, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഇനി ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന പക്ഷം, അള്ളാഹുവിൽ വല്ലവരും പങ്കു ചേർക്കുകയാണെങ്കിലോ അവര് സ്വർഗം അവരെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായിരിക്കും. അവർക്ക് സ്വർഗത്തിൽ കയറാൻ കഴിയില്ല. വമഅ്വാഹുന്നാർ, അവന്റെ സങ്കേതം നരകവുമായിരിക്കും. ഒരിക്കലും തന്നെ അക്രമികൾക്ക് ഒരു തരത്തിലുമുള്ള സഹായവും ലഭ്യമാവുകയില്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണത്. ഇനി ബൈബിൾ പ്രകാരം നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിലും വളരെ കൃത്യമായി തന്നെ ബൈബിളിന്റെ വരികളിൽ നമുക്ക് കാണാൻ സാധിക്കും, കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്നവൻ ഏവനുമല്ല, അവനല്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. മറിച്ചാരാണ്? പ്രത്യുത സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്നാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ, യേശുക്രിസ്തുവിന്റെ വാക്കായിക്കൊണ്ട്, അദ്ദേഹം പറയുന്നതായിക്കൊണ്ട് ബൈബിളിൽ പറയുന്ന വാക്കുകളാണ്. നിങ്ങൾ എന്നെ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് കാര്യമില്ല. അങ്ങനെ നിങ്ങൾ എന്നെ വിളിച്ച് നിങ്ങൾക്ക് സ്വർഗത്തിലും പോകാൻ കഴിയില്ല. മറിച്ച് നിങ്ങൾ സ്വർഗസ്ഥനായ എന്റെ പിതാവിനെ എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ എന്നെ സൃഷ്ടിച്ച എന്റെ ദൈവത്തെ, അവരെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. മേലെ ആകാശത്തിലോ താഴെ ഭൂമിയിലോ വെള്ളത്തിനടിയിലുള്ളതോ ആയ ഒന്നിന്റെയും പ്രതിമകൾ നിങ്ങൾ ഉണ്ടാക്കുകയും അവക്ക് മുമ്പിൽ ആരാധനകൾ നടത്തിക്കൊണ്ട് നിങ്ങൾ ദൂഷിതരാകുകയും ചെയ്യരുത്. ഒരു പ്രതിമ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് ബൈബിളിന്റെ സന്ദേശമാണത്. ബൈബിളിൽ യേശുവിന്റെ സുവിശേഷമായി പഠിപ്പിക്കുന്ന കാര്യമാണത്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, അവയെ ആരാധിക്കരുത്, അവക്ക് മുമ്പിൽ നിങ്ങൾ പൂജകൾ, നേർച്ചകൾ, വഴിപാടുകൾ നടത്തരുത്. ആ പ്രവാചകന്മാരുടെ ആ പരമ്പരയിൽ വന്നിട്ടുള്ള സന്ദേശങ്ങളാണത്. അതാണ് സബൂറിന്റെ സന്ദേശം, അതാണ് തൗറാത്തിന്റെ സന്ദേശം, അതാണ് ഇൻജീലിന്റെയും സന്ദേശം, അതുതന്നെയാണ് ഖുർആനും നൽകിയിട്ടുള്ള സന്ദേശം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന സന്ദേശം. ആ സന്ദേശത്തിലേക്കാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളെ ക്ഷണിച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വീണ്ടും അള്ളാഹു എടുത്തു പറയുന്നുണ്ട്, വഇദ് ഖാല ഈസാ ഇബ്നു മറിയമ യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്ത് വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രായേലരോട് പറഞ്ഞിട്ടുള്ള കാര്യം, ഞാൻ നിങ്ങളിലേക്കുള്ള ഒരു പ്രവാചകൻ മാത്രമാകുന്നു. ഞാനൊരു പ്രവാചകനാണ്, ഞാനൊരിക്കലും ദൈവമല്ല, ദൈവപുത്രനല്ല, ദൈവാവതാരമല്ല. ഞാൻ അള്ളാഹു പറഞ്ഞയച്ചിട്ടുള്ള ഒരു പ്രവാചകൻ മാത്രമാണ്. എന്റെ ദൗത്യം എന്താണ്? മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്ത്, തൗറാത്തിൽ പറഞ്ഞതിനെ യാഥാർത്ഥ്യപ്പെടുത്തുക, സത്യപ്പെടുത്തുക എന്നതാണ് എന്റെ ഉത്തരവാദിത്തം, എന്റെ ദൗത്യം. എന്താ തൗറാത്തിൽ പറഞ്ഞത്? അതാണ് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അഅ്ബുദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കണം, അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല. ആ കാര്യം തന്നെയാണ് ഞാനും സത്യപ്പെടുത്തുന്നത്. മുൻകഴിഞ്ഞു വന്ന പ്രവാചകന്മാരെ ഞാനും സത്യപ്പെടുത്തുന്നു. ആ പ്രവാചകന്മാരുടെ പരമ്പരയിൽ ഒരാൾ മാത്രമാണ് ഞാൻ എന്നും ഞാൻ സത്യപ്പെടുത്തുന്നു. അതേപോലെ തന്നെ വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം വരാനിരിക്കുന്ന അഹ്മദ്, സ്തുതിക്കപ്പെടുന്നവനെന്ന് പേര് നൽകപ്പെടുന്ന ഒരു പ്രവാചകനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുവാനും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് നമ്മളെ
ബൈബിളിന്റെ വരികൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ വിദേശീയനായ ഒരാൾ പ്രവാചകനായിക്കൊണ്ട് കടന്നു വരും. അദ്ദേഹത്തിന്റെ അനുയായികൾ താടി നീട്ടി വളർത്തിയവരും ചേലാകർമ്മം ചെയ്യുന്നവരുമായിരിക്കും എന്നൊക്കെയുള്ള വചനങ്ങൾ വ്യത്യസ്തമായ ഗ്രന്ഥങ്ങളുടെ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ നിലക്കുള്ള കൃത്യമായ ഒരു മുന്നറിയിപ്പ്, ഇനിയും ഒരു പ്രവാചകൻ എനിക്കു ശേഷം വരാനുണ്ട് എന്ന സന്ദേശം കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കാര്യം വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ എങ്ങനെയാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരാധിക്കപ്പെടുന്നത്? എങ്ങനെയാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരാരാധ്യനായി മാറുന്നത്? ഏത് പ്രകാരമാണോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിഗ്രഹമുണ്ടാക്കി ഖുറൈശികൾ മുശ്രിക്കുകൾ ആരാധിച്ചത്, അതുപോലെ തന്നെ ചരിത്രം ആവർത്തിക്കുകയാണെന്ന് മാത്രം. ആലോചിക്കൂ, വിഗ്രഹങ്ങൾ മുഴുവനും തച്ചുതകർത്ത് ഏറ്റവും വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ കോടാലി തൂക്കിയിട്ട് വിഗ്രഹാരാധനയെ അതിശക്തമായി എതിർത്തതിന്റെ പേരിൽ തീക്കുണ്ടാരത്തിലെറിയപ്പെട്ട അതേ ഇബ്രാഹിം നബിയുടെ വിഗ്രഹം തന്നെ ഉണ്ടാക്കി ആരാധിച്ചതുപോലെ അല്ലാഹനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞ ഈസാ നബിയെയും പിന്നീട് വന്ന സമൂഹങ്ങൾ ആരാധിച്ചു എന്നുള്ളതാണ്. ഒരിക്കലും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ കാര്യങ്ങൾ അറിയുന്നില്ല. ഈസാ നബി അറിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഹാജരാക്കുന്ന രംഗം പരിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഖാലല്ലാഹു യാ ഈസ ഇബ്ന മറിയം അൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. ഈസാ നബിയോട് നാളെ പരലോകത്ത് വിചാരണയുടെ വേളയിൽ അല്ലാഹു ചോദിക്കുമെന്നാണ്. ഈസാ, നീ പറഞ്ഞിരുന്നോ നിന്റെ ജനങ്ങളോട്, നിന്റെ ജനതയോട് നീ പറഞ്ഞിരുന്നോ എന്നെയും എന്റെ ഉമ്മയെയും അല്ലാഹുവിന് പുറമെയുള്ള ആരാധ്യന്മാരായി നിങ്ങൾ സ്വീകരിച്ചോളൂ എന്ന് നീയെങ്ങാനും നിന്റെ ജനതയോട് പറഞ്ഞിരുന്നോ? വല്ലാത്തൊരു ചോദ്യമാണ്. ഈസാ നബിയെ ആരാധിക്കുന്ന ആളുകൾ, ഈസാ നബിയുടെ മാതാവിനെ ആരാധിക്കുന്ന ആളുകൾ, അവരുടെ ചെയ്തിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, നിന്നെയും നിന്റെ ഉമ്മയെയും എനിക്ക് പുറമെയുള്ള ആരാധ്യന്മാരാക്കാൻ നീ നിന്റെ ജനങ്ങളോട് പറഞ്ഞിരുന്നോ? അദ്ദേഹം പറയുന്ന മറുപടി എന്താണ്? ഖാല സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലീ ബിഹഖിൻ. പടച്ചോനെ, എനിക്കൊരവകാശമില്ലാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാ? മാ ലൈസ ലീ ബിഹഖിൻ, എനിക്കതിലൊരു ഹക്കുമില്ല. നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നേടാം. ഈസാ നബി തന്നെ പറയണേ, എനിക്കൊരു ഹക്കുമില്ല, എനിക്കൊരവകാശമില്ല, പിന്നെ ഞാൻ എങ്ങനെ അത് പറയാ? എനിക്കങ്ങനെ വല്ല ഹക്കും നീ തന്നിട്ടുണ്ടോ എന്നെ ആരാധിക്കാൻ പറയാൻ? അങ്ങനെ എന്നെ ആരാധിക്കണമെന്ന് ഞാൻ പറയാൻ എനിക്ക് വല്ല ഹക്കുണ്ടോ? എനിക്കങ്ങനെ യാതൊരു ഹക്കുമില്ല. ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംതഹു. പടച്ചോനെ, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നിനക്കറിയാം. തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക. പടച്ചോനെ, എന്റെ ഹൃദയത്തിൽ എന്താ ഉള്ളതെന്ന് നിനക്കറിയാം, എന്നാൽ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയില്ലല്ലോ. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നീയാണല്ലോ അദൃശ്യമറിയുന്നവൻ. എന്നിട്ട് ഈസാ നബി പറയുമെന്നാണ്, മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനീ ബിഹി. പടച്ചോനെ, നീ എന്നോടെന്ത് കൽപ്പിച്ചോ അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അതല്ലാതെ മറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണ് നീ എന്നോട് കൽപ്പിച്ചത്? അനിഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബുക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയാണ്, വകുൻതു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം. ഞാൻ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നപ്പോൾ അവരെന്ത് ചെയ്തു എന്നതിന് ഞാൻ സാക്ഷിയാണ്. അവർ ചെയ്തതിനെക്കുറിച്ച്, ഞാൻ പറഞ്ഞതിനെക്കുറിച്ച്, അവരാരാധിച്ചതിനെക്കുറിച്ച് ഞാൻ സാക്ഷിയാണ്. ഫലമ്മാ തവഫൈതനി കുൻത അൻത റഖീബു അലൈഹിം. എന്നാൽ എന്നെ അല്ലാഹു ഉയർത്തിയതിനു ശേഷം, എന്നെ മരിപ്പിച്ചതിന് ശേഷം അവരെന്തു ചെയ്തു എന്നതിന് നീയാണ് കാവൽ, നീയാണ് സാക്ഷി, ഞാനറിയില്ല. എത്ര വ്യക്തമായിക്കൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കാര്യം പറഞ്ഞത്. ഒരാൾ ആ സമൂഹത്തിലുണ്ടാകുമ്പോൾ ആ സമൂഹത്തിലെ കാര്യങ്ങൾക്ക് അയാൾ സാക്ഷിയാണ് എങ്കിൽ അയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കുന്നതൊന്നും അയാൾ അറിയൂല എന്നത് ഈസാ നബിയെ കൊണ്ട് അല്ലാഹു പറയിപ്പിക്കണം. ഈസാ നബിയുടെ വാക്കായി അല്ലാഹു എടുത്തു പറയുന്ന കാര്യമാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെ ചില ആളുകളുണ്ട്, ഒരാൾ മരിച്ചാൽ അയാൾ മഹാനാണെങ്കിൽ അയാൾ മറഞ്ഞ കാര്യങ്ങൾ അറിയും, നമ്മൾ വിളിച്ചാലും കേൾക്കും. ഈ ഇന്ന് രാവിലെ ഒരു വീഡിയോ, ഒരു മുഖാമുഖത്തിലെ വീഡിയോയിൽ ഒരു മുസ്ലിയാരോട് ആളെ ചോദിക്കുകയാണ്, ഒരാൾ മരണപ്പെട്ടാൽ, അത് മഹാനായ ഒരാൾ മരണപ്പെട്ടാൽ
അയാളോട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള, സഹായം തേടാനുള്ള, ഇസ്തിഗാസ നടത്താനുള്ള സബബ് എന്താണ്, കാര്യകാരണം എന്താണെന്നാണ്. അപ്പൊ ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു. എന്തുകൊണ്ടാണ് കേൾക്കുന്നത്? നിങ്ങൾക്ക് ജീവനുണ്ട്, നിങ്ങളിവിടെ പ്രസന്റ് ആയിട്ട് ഇവിടെ ഉണ്ട്, ഹാലിറായിട്ട് ഇവിടെ ഉണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. എന്നാൽ ഒരാൾ മരിച്ചാലോ, ഒരാൾ മരണപ്പെട്ടാലോ ഈ കാര്യങ്ങളെല്ലാം അയാളിൽ നിന്ന് നീങ്ങി. അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു കാര്യകാരണം വേണമല്ലോ. അപ്പൊ അദ്ദേഹം പറയാം, എന്താ മഹാൻ എന്ന് പറഞ്ഞാൽ, അപ്പൊ ഞാൻ മഹാനാണ്. അപ്പൊ അയാൾ ചോദിച്ചു, നിങ്ങൾ മരിച്ചാ നിങ്ങളോട് ചോദിക്കാൻ പറ്റും, എന്നോട് ചോദിച്ചോളി, ഞാൻ മരിച്ചാലും നിങ്ങൾ ചോദിച്ചോളി. അല്ലെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ എന്താ, അവരുടെ കൂട്ടത്തിൽ ഞാനുള്ളപ്പോ അവര് പറഞ്ഞതും കേട്ടതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. പക്ഷേ എന്നെ ഉയർത്തിയതിന് ശേഷം അവരെന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു എന്നതെനിക്കറിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നതായി പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നിനക്ക് മരിച്ചവരെ കേൾപ്പിക്കാൻ സാധ്യമല്ല. മരിച്ചവരെ കേൾപ്പിക്കാന്നുള്ളത് എങ്ങനെ നടക്കുക? ഒരു മരിച്ചുപോയില്ലേ. എന്നാൽ മരണപ്പെട്ടവരെ ആരാധിക്കുവാൻ, അവർക്ക് വേണ്ടി നേർച്ചകൾ നടത്തുവാൻ, അവർക്ക് വേണ്ടി പൂരങ്ങൾ സംഘടിപ്പിക്കുവാൻ കോപ്പ് കൂട്ടുന്ന ആളുകൾ, ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെ പറ്റി എന്താ പറയാ? അല്ലേ, ഈസാ നബിയെ വിളിക്കണോൻ നസ്രാനിയാണ്, ഒരു കാഫിറാണെന്ന് പറയും. എന്നാലോ ഊരും പേരറിയാത്ത, വീടേതാ നാടേതാന്നറിയാത്ത ഏതോ ഒരു റോട്ടിലൂടെ പോകുമ്പോ ഒരു വാഴത്തോട്ടത്തിൽ നിന്നൊരു പഴം ചോദിച്ചപ്പോ പഴം കൊടുക്കാത്തതിന്റെ പേരിൽ അയാളെ ശപിച്ചുന്നാ. അതോടുകൂടി ആ വാഴത്തോട്ടം മൊത്തം കരിഞ്ഞുപോയി. അതിനാണ് ഇപ്പോഴും അവിടെ പഴക്കൊല കൊടുക്കുന്നതെന്ന. പുതിയങ്ങാടിയിലും നേർച്ചൽ നടത്തുമ്പോൾ, അതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലുള്ള ജാറങ്ങളിൽ ആദ്യം ഒരു സ്ഥലത്ത് കടന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ വാഹനമൊന്നും കയറി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ച് ഇപ്പുറത്തേക്ക് മാറിക്കടന്നു. അങ്ങനെയാണ് 2 ജാറം ഒരാളുടെ പേരിൽ നേർച്ചകൾക്ക് വേണ്ടി കോപ്പ് കൂട്ടുന്നു. ജാറത്തിന്റെ പൂരങ്ങൾ നടത്താൻ വേണ്ടി അവര് ഓരോ കാര്യങ്ങൾ തട്ടിക്കൂട്ടാൻ. അവരോട് ചോദിക്കണം, എന്ത് നിങ്ങൾ അവരെ വിളിക്കല്ലേ? അപ്പൊ ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോ, അത് തെറ്റാണ്, അത് പറ്റൂല. എന്നാലോ പരിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞ, അത്ഭുതകരമായ ജനനമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അള്ളാഹുവിന്റെ ഏറ്റവും ഉത്കൃഷ്ടരായ പ്രവാചകന്മാരിൽപ്പെട്ട ഈസാ നബിയെ വിളിക്കുന്നവർ തെറ്റുകാരാണെങ്കിൽ ഈ ഊരും പേരും അറിയാത്ത ചങ്ങായിമാരെ വിളിക്കുന്ന ആളുകൾ എന്താ പറയാ നമ്മൾ? അതുകൊണ്ട് അള്ളാഹുവിന്റെ സന്ദേശം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളിൽ പഠിപ്പിച്ചു കൊടുത്ത സന്ദേശം അത് വളരെ കൃത്യമാണ്. അള്ളാഹനെ മാത്രം ആരാധിക്കണം. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അവന്റെ പ്രവാചകൻ മാത്രമാണ്. ഒരിക്കലും ഞാൻ ദൈവമല്ല, ദൈവപുത്രനല്ല, ദൈവാവതാരമല്ല, ഞാൻ ഒരു പ്രവാചകൻ മാത്രമാണ് എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള സന്ദേശമാണ്. ആ സന്ദേശം തന്നെയാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്നി അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അവന്റെ പ്രവാചകനാണ്. നിങ്ങൾ ആരാധിക്കേണ്ടത് ഇബ്രാഹിം നബിയെ അല്ല, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെയല്ല, ഏതെങ്കിലുമൊക്കെ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ അല്ല. നിങ്ങൾ ആരാധിക്കേണ്ടത് ഏകനായ റബ്ബിനെ മാത്രമാണ് എന്ന സന്ദേശമാണ് മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ളത്. ആ സന്ദേശം തന്നെയാണ് നമുക്കും പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചു മരിക്കുന്ന വിശ്വാസികളിൽ നമ്മളെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ വഉസല്ലി വഉസല്ലിമു അലൽ മബ്ഊസി റഹ്മതൻ ലിൽ ആലമീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് ഒട്ടനവധിയായ തെറ്റിദ്ധാരണകൾ, അന്ധവിശ്വാസങ്ങൾ ജനങ്ങൾക്കിടയിൽ വ്യാപിച്ചിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുരിശിൽ തറച്ചു എന്നുള്ളത്. തറച്ചു എന്ന് പറയുന്നവർ തന്നെ സ്വയം ആ കുരിശ് ഏറ്റുവാങ്ങിയതാണ് എന്നുമൊക്കെയുള്ള വ്യത്യസ്തമായ സന്ദേശങ്ങൾ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അവിടെ കാണാൻ സാധിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് വഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്നു മറിയം, ഞങ്ങൾ ഈസാ നബിയെ കൊന്നുകളഞ്ഞിട്ടുണ്ട് എന്നാണ് അവർ വാദിക്കുന്നത്. ഈസാ നബി അല്ലാഹുവിന്റെ റസൂലാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നത് വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും, ഈസാ നബിയെ ഒരിക്കലും അവർ കൊന്നുകളഞ്ഞിട്ടുമില്ല, അവർ കുരിശിൽ തറച്ചിട്ടുമില്ല. എന്നാൽ അവർക്ക് ഈസാ നബിയെപ്പോലെ സാദൃശ്യമുള്ള ഒരാളെയാണ് അവർക്ക് കുരിശിൽ തറക്കാൻ സാധിച്ചത്. അത് അല്ലാഹുവിന്റെ ഒരു ഹിക്മത്താണ്, അല്ലാഹുവിന്റെ ഒരു യുക്തിയാണ്.
ഈസാ നബിയെ പോലെയുള്ള സാദൃശ്യമുള്ള ഒരു വ്യക്തി അവർ കുരിശിൽ തറച്ചു. ഒരിക്കലും ഈസാ നബിയെ കുരിശിൽ തറച്ചിട്ടില്ല. വഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു, ഇനി കുരിശിൽ തറച്ചു എന്ന് പറയുന്നവർക്ക് തന്നെ ആ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത്. മാലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ലത്തിബാഅൻ, അവർ വ്യക്തമായ നിലക്ക് തന്നെ ഊഹങ്ങളെ മാത്രമാണ് പിൻപറ്റുന്നത്, അവർക്കതിൽ യാതൊരു അറിവുമില്ല. വമാ ഖതലൂഹു യഖീന, ഒരിക്കലും തന്നെ ഈസാ നബിയെ അവർക്ക് കൊല്ലാൻ സാധിച്ചിട്ടില്ല. എന്ത് സംഭവിച്ചു? ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി, അല്ലാഹുവിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അല്ലാഹുവിലേക്ക് അദ്ദേഹത്തെ ഉയർത്തി എന്ന് പറഞ്ഞാൽ ഭൗതികമായ ദുനിയാവിൽ നിന്നുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട് അല്ലാഹുവിങ്കലേക്ക് അദ്ദേഹത്തെ ഉയർത്തി എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സന്ദേശം. അതുകൊണ്ട് തന്നെ യേശുവിന്റെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ കുരിശിൽ തറച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ പരിശുദ്ധ ഖുർആനിന്റെ നിലപാടുകൾ ഇതാണ് എന്നുള്ളത് കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം എന്താണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മകനാണ് എന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ആ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മകനാണ് എന്ന നിലയ്ക്ക് ചില ആളുകൾ പറയുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആൻ നൽകുന്ന മറുപടി എന്താണ്? ലം യലിദ് വലം യൂലദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മകനും ജനനം നൽകിയിട്ടില്ല, ജന്മം നൽകിയിട്ടില്ല. അതേപോലെ തന്നെ അവൻ ജനിച്ചുണ്ടായവനുമല്ല, അള്ളാഹ്ക്ക് മക്കളുമില്ല, അവൻ ജനിച്ചുണ്ടായവനുമല്ല, അള്ളാഹുവിന് മക്കളില്ല എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യമാണ്. എന്നാൽ അള്ളാഹുവിന് മക്കളുണ്ട്, അള്ളാഹുവിന് മകനുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ നേരത്തെ മലക്കുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് വാദിച്ചു. ഉസൈർ എന്ന് പറയുന്നവർ അള്ളാഹുവിന്റെ മകനാണ് എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്ന പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഗൗരവമുള്ള ആരോപണമായി കൊണ്ടാണ് കാണുന്നത്. അള്ളാഹുവിന് ഇതുപോലെ മലക്കുകളിൽ നിന്നോ അതല്ലെങ്കിൽ ഉസൈറോ ഈസാ അലൈഹിസ്സലാമോ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും നിലക്ക് മക്കളുണ്ട് എന്ന് വാദിക്കുന്നത് കടുത്ത ആരോപണമായി കൊണ്ടാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. വഖാലു ഇത്തഖദ റഹ്മാനു വലദ, അള്ളാഹുവിനൊരു സന്താനമുണ്ടായിരിക്കുന്നു എന്നാണ് അവർ വാദിക്കുന്നത്, എന്നാണ് അവർ പറയുന്നത്. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, അവർ കൊണ്ടുവരുന്നത് അങ്ങേയറ്റത്തെ ദുരാരോപണമാണ്. അവർ പറഞ്ഞു പരത്തുന്നത് അങ്ങേയറ്റം മ്ലേച്ഛമായൊരു വാർത്തയാണ്. തകാദു സ്സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ, ആകാശങ്ങൾ പൊട്ടിപ്പിളരാറുന്ന അത്രയും, പൊട്ടിവീഴുന്നത്രയും, അതേപോലെ തന്നെ ഭൂമി വിണ്ടുകീറുന്നത്രയും, പർവ്വതങ്ങൾ ആടിയുലയുന്നത്രയും, തകർന്ന് തരിപ്പണമാകുന്നത്രയും ഗൗരവപ്പെട്ട ആരോപണമാണെന്നുള്ള ആ ഗൗരവം അള്ളാഹ്ക്കൊരു കുട്ടിയുണ്ടെന്ന് വാദിക്കുന്നത് ആകാശങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതിനേക്കാൾ, പർവ്വതങ്ങൾ അതിന്റെ സ്ഥാനങ്ങളിൽ നിന്ന് തെറ്റിപ്പോയി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതിനേക്കാളും, ഭൂമി വിണ്ടുകീറുന്നതിനേക്കാളും വലിയ ആരോപണമാണ്. അൻദഉ ലിർറഹ്മാനി വലദ, അവരല്ലാഹുവിനൊരു കുട്ടിയുണ്ട് എന്നാണ് വാദിക്കുന്നത്. വമാ യംബഗീ ലിർറഹ്മാനി അൻ യത്തഖിദ വലദ, അള്ളാഹുവിന് ഒരു കുട്ടിയെ സ്വീകരിക്കുക എന്നത് ആ പരമകാരുണികന് യോജിച്ച കാര്യമല്ല. മറിച്ചെന്താണ്? ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർളി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദാ, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള എല്ലാം സകലതും അള്ളാഹുവിന്റെ മുമ്പിൽ അടിമകൾ മാത്രമാണ്, അള്ളാഹിന്റെ സൃഷ്ടികൾ മാത്രമാണ്. ഒരിക്കലും ഒരാളും അള്ളാഹുവിന്റെ മകനായി കൊണ്ടുവരുന്നില്ല. വളരെ കൃത്യമായി തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ വിശ്വാസികളുടെ നിലപാട് വ്യക്തമാക്കണം. എന്നാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾ, അതിലൊക്കെ വേണ്ടി കോപ്പ് കൂട്ടുന്ന ആളുകൾ, അതിലൊക്കെ നമ്മൾ ഉണ്ടാകണമെന്ന് പറയുന്ന ആളുകൾ, അവർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അള്ളാഹുവിന് എത്രമാത്രം ദേഷ്യമുള്ള, കോപമുള്ള ഒരു വിഷയമാണത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെ? അപ്പൊ നമ്മൾ പറയുന്നത്, നമ്മൾ നബിദിനം കഴിക്കുന്നില്ലല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തെ അതിശക്തമായി എതിർക്കുന്നവരാണ് നമ്മൾ, അതിശക്തമായി എതിർക്കും. അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാൻ പറഞ്ഞെന്താ? ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, ഒരു പ്രവാചകന്മാർക്കിടയിലും നമുക്കിടയിൽ വേർതിരിവില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം എപ്രകാരം നമ്മൾ ആഘോഷിക്കുന്നില്ല, അതുപോലെ തന്നെയാണ് ഈസാ നബിയുടെയും ജന്മദിനം. ഇബ്രാഹിം നബിന്റെ ജന്മദിനം ഉണ്ടെങ്കിൽ അതും അങ്ങനെ തന്നെ. മറ്റേതെങ്കിലും പ്രവാചകന്മാരുടെ ജന്മദിനം ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ ആഘോഷിക്കുന്നില്ല.
നമുക്ക് ആഘോഷിക്കുവാൻ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങളുണ്ട്. ആ ആഘോഷങ്ങളെ നമ്മൾ ചെയ്യേണ്ടത്. അതിനർത്ഥം മാനുഷികമായ നമ്മൾക്ക് തമ്മിലുണ്ടാകേണ്ട സാമുദായികമായ ഐക്യങ്ങളൊന്നും വേണ്ടെന്നല്ല. നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള എല്ലാ നിലക്കുമുള്ള സഹകരണം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. എല്ലാ നിലക്കുമുള്ള സഹകരണം നമുക്കുണ്ടാകണം. പക്ഷേ നമ്മുടെ വിശ്വാസം കളഞ്ഞു കുളിച്ചുകൊണ്ടാകരുത്. അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള കോപമുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ടുള്ള സൗഹാർദ്ദങ്ങളെ നമുക്ക് വേണ്ടത്. നമ്മളൊരിക്കലും മറ്റുള്ളവരുടെ പിന്നാലെ പോകുക എന്നുള്ളതല്ല. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനിലൂടെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ആരെങ്കിലും മറ്റൊരു വിഭാഗത്തെ, സമൂഹത്തെ, സമുദായത്തെ അവരുമായി സാദൃശ്യപ്പെട്ടാൽ അവരിൽപ്പെട്ടവനായവൻ. അവർക്ക് അവരുടേതായ ആഘോഷങ്ങളുണ്ട്, അതുപോലെ തന്നെയുള്ള അനുഷ്ഠാനങ്ങളുണ്ട്. നമുക്ക് നമ്മുടേതായ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളുണ്ട്. അതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടി ചെയ്ത് സർവ്വമത സത്യവാദം എന്ന നിലക്കുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുക എന്നുള്ളതല്ല. മുസ്ലിമിന്റേതായ ഐഡന്റിറ്റി ഉണ്ട്. അവർക്ക് അവരുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് അതുപോലെയുള്ള അനുഷ്ഠാനങ്ങളും ആരാധനകളുമുണ്ട്. അവരത് നിർവഹിക്കട്ടെ. അവർക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ മുമ്പിൽ പ്രബോധനമാണ് മാർഗം. പറഞ്ഞുകൊടുക്കാം, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തന്നെ പറഞ്ഞു, ഖുലിൽ ഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദൻ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്. നിങ്ങൾ പറയണം, പ്രവാചകരെ താങ്കൾ പറയണം, അൽഹംദുലില്ലാ, അല്ലാഹുവിന് തന്നെയാകുന്ന സ്തുതി, അല്ലദീ ലം യത്തഖിദ് വലദ, അവനൊരു മകനെയും സ്വീകരിച്ചിട്ടില്ല, വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, അവന്റെ ആധിപത്യത്തിൽ ഒരാൾക്കും പങ്കുമില്ല. അങ്ങനെയുള്ളവനെയാണ് നാം ആരാധിക്കുന്നത്. അങ്ങനെയുള്ളൊരു പടച്ചവന്റെ അടിമകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ വിശ്വാസികൾ നമ്മളെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഒരു സഹോദരൻ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു 5 സെന്റ് സ്ഥലം അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അവിടെ ഒരു വീട് വെക്കണം എന്നുള്ള അതിയായ ആഗ്രഹമാണുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, വീട് എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. സ്വന്തമായി ഒരു വീടുണ്ടാകുക എന്നുള്ളത്. വാടകയൊക്കെ താമസിക്കുമ്പോൾ പല പല വീടുകളിലേക്ക് മാറിയൊക്കെ താമസിക്കുമ്പോണ്ടാകുന്ന പ്രയാസങ്ങൾ നമുക്കറിയാം. അദ്ദേഹത്തിന് സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു വീടുണ്ടാകണമെന്ന എല്ലാവരുടെയും ആഗ്രഹം പോലുള്ള ഒരു ആഗ്രഹമുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് അതിനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടാൻ ഒരു വീട് നിർമ്മിച്ച് നൽകുവാൻ സഹായിക്കണമെന്നൊരാവശ്യവുമായി നമ്മുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. വളരെയധികം പ്രയാസകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹായിക്കുക എന്നത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അങ്ങനെ ഒരാൾക്കൊരു വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമായി നമ്മൾ പരിഗണിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നമ്മൾ വരുമ്പോൾ അതിനുവേണ്ടി പ്രത്യേകമായി ഒരുങ്ങി വരിക. ഒരു സഹോദരന് നമ്മുടെ സഹായങ്ങൾ കൊണ്ടൊരു ഭവനമുണ്ടാവുക എങ്കിൽ നാളെ പരലോകത്ത് ഇൻഷാ അല്ലാഹ് നമുക്കതിന്റെ പ്രതിഫലങ്ങൾ അല്ലാഹു തിരിച്ചു നൽകുമെന്ന ഉറപ്പോടുകൂടി, ആ ഒരു വിശ്വാസത്തോടുകൂടി നമ്മളെ സഹായിക്കുക, നമ്മുടെ ദാനധർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ച വരുമ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും അതിനുവേണ്ടി കാര്യമായി തന്നെ ഒരുങ്ങി വരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിഗ്രി തലങ്ങളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ CRE എന്ന് പറയുന്ന പരിപാടി, മതപരമായ കാര്യങ്ങൾക്ക് അവർക്ക് അറിവ് കൊടുക്കുന്ന, താൽപര്യം നൽകുന്ന, ദിക്റുകളും ദുആകളും നിസ്കാരവും നോമ്പുമൊക്കെ അടക്കമുള്ള വിഷയങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന ഒരു ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ്. അതിന്റെ രജിസ്ട്രേഷൻ കൗണ്ടർ പുറത്തേണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾ അവിടെയുണ്ട്. നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിലൊക്കെ പഠിക്കുന്ന, ഡിഗ്രി തലങ്ങളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ അവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും നമ്മൾ ഇൻഷാ അല്ലാഹ് ജനുവരി മുതൽ ആ ക്ലാസുകൾ ആരംഭിക്കണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പരമാവധി ആളുകൾ തങ്ങളുടെ മക്കളെ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതിൽ പ്രവേശനത്തിന് അവസരമുണ്ട്. പ്രത്യേകമായി തന്നെ അതിന്റെ കൗണ്ടർ അവിടെ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ അവിടെ ചെന്നുകൊണ്ട് പേരുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലവരായ സന്താനങ്ങളെ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണമേ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് രോഗികളായി കഷ്ടപ്പെടുന്നവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കുമാറാകണം. വ്യത്യസ്തമായ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. ഓപ്പറേഷനുകൾ കഴിഞ്ഞ് അതേപോലെ തന്നെ ഓപ്പറേഷന് വേണ്ടി കാത്തിരിക്കുന്നൊക്കെ ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ശിഫ പ്രദാനം ചെയ്യുമാറാകണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോലുള്ള സത്യവിശ്വാസികളുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകണമേ. അല്ലാഹുവേ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്ദേശം, മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച സന്ദേശം ജീവിതത്തിൽ നെഞ്ചിലേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദയിൽ തന്നെ അന്ത്യം കുറിക്കുവാനും നീ ഞങ്ങൾക്ക് അവസരം നൽകണമേ.
അല്ലാഹുവേ, നാളെ പരലോകത്ത് പ്രവാചകന്മാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ സ്വർഗ്ഗത്തിൽ അത്യുന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെയും മറ്റെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ. هذا وصلوا وسلموا رحمكم الله على من أمركم بالصلاة والسلام عليه فقال جل من قائل عليما إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وزد وبارك على عبدك ورسولك محمد وارض اللهم الخلفاء الأئمة الحنفاء أبي بكر وعمر وعثمان وعلي وعن بقية الصحابة رضوان الله عليهم أجمعين وأنا معهم بعفوك وكرمك وجودك يا أكرم الأكرمين. عباد الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون واذكروا الله العليم الجليل يذكركم واشكروه على نعمه يزدكم ولذكر الله أكبر والله خبير بما تصنعون.